ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥാടനം ഭാഗം 29. വിജ്ഞാനികളായ പുണ്യപുമാന്മാരെ, ദേവിമാരെ, സജ്ജനങ്ങളെ സാദരം വന്ദേ മാതരം. ഗോസ്വാമി തുളസീദാസ വിരചിതമായ വിശ്വോത്തര രാമായണം ശ്രീ രാമചരിതമാനസത്തിലൂടെ നടത്തിയ പുണ്യം നിറഞ്ഞ തീർത്ഥാടനം പൂർത്തിയാക്കിയ നാം ഇപ്പോൾ നിർവൃതിയിൽ വിലീനരാണ്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥായിയായി ബിംബിക്കുന്ന ചില മുഖ്യ ബിംബങ്ങളിൽ പ്രഥമ സ്ഥാനം ശ്രീ ഭരതകുമാരൻ്റേതാണ്. ഭാരതീയ ഭാഷാ സാഹിത്യത്തിൽ ദാർശനിക കൃതികളിൽ നവധാഭക്തി അർത്ഥാത് 9 തരത്തിലുള്ള ഭക്തിയും ഒന്നിച്ച് ഒരാളിൽ ഒത്തുചേർന്നിരിക്കുന്ന ഒരേ ഒരു കഥാപാത്രം ശ്രീ ഭരതകുമാരനാണ്. ആദ്യത്തെ 3 ഭക്തികളായ ശ്രവണം, കീർത്തനം, സ്മരണം എന്നിവയിൽ പരോക്ഷമായി അർത്ഥാത് ഉപാസ്യദേവൻ്റെ അനുപസ്ഥിതിയിൽ നടത്തപ്പെടുന്ന ഭക്തിയാണ്. തുടർന്നുള്ള 3 ഭക്തികളായ പാദസേവനം, അർച്ചനം, വന്ദനം എന്നീ ഭക്തികളിൽ ഭഗവാന്റെ പൂർണ്ണമായ ഉപസ്ഥിതിയിൽ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഭക്തിയാണ് കാണുന്നത്. അവസാനത്തെ 3 ഭക്തികളായ ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയിൽ ഭക്തിയുടെ ഭാവരൂപം കാണുന്നു. ആദ്യത്തെ 6 രൂപങ്ങളിൽ ക്രിയാരൂപമാണ്. അവസാനത്തെ 3 ഭക്തിയിൽ ഭാവപ്രധാനമായ ക്രിയയാണ് നാം കാണുന്നത്. ഭക്തിയിൽ പ്രേമഭാവം വളരെ വ്യാപകമായ വസ്തുതയാണ്. എല്ലാവിധ ഭക്തിരൂപങ്ങളിലും പ്രേമഭാവം കാണുന്നു. പരമപ്രേമരൂപമാണ് ഭക്തി. വളരെയധികം ഭക്തഗണം ശ്രവണത്തെ സത്സംഗമായി കരുതുന്നു. കീർത്തനം ഭജനയാണ്. സ്മരണ ധ്യാനമാണ്. ഇവ 3നും പരസ്പര സഹയോഗമുണ്ട്, സാധർമ്മ്യമുണ്ട്, പാരസ്പര്യമുണ്ട്. അവ 3ഉം ഒരു സംഘത്തിലാണ്. സത്സംഗം ഭജന ധ്യാനങ്ങളെ പോഷിപ്പിക്കുന്നു. ഇവയിലേതെങ്കിലും ഒന്നിനെ മാത്രം സ്ഥിരീകരിച്ചാലും ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നതാണ്. ഉദാഹരണം, പരീക്ഷത്ത് ശ്രവണം കൊണ്ടാണ് പരമപദം പ്രാപിക്കുന്നത്. അതുപോലെ കീർത്തനം കൊണ്ട് ദേവർഷി നാരദനും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നു, പരമപദം പ്രാപിക്കുന്നു. സ്മരണയിൽ ധ്രുവകുമാരനും. അപ്പോൾ അവ 3 ഒന്നിച്ച് സാധനാമാർഗമായി സ്വീകരിക്കുന്നവർക്ക് ഈ ഈശ്വരപ്രാപ്തി വളരെ സുഗമമാണ്. അത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ പാദസേവനവും അർച്ചനയും വന്ദനവും പരസ്പര ബന്ധിതമാണ്. അർത്ഥാത് ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിക്കുക, സേവ നടത്തുക, പൂജയും നമസ്കാരവും നടത്തുക, ഇവയ്ക്ക് 3നും പരസ്പര ബന്ധമുണ്ട്.
ഇവയിലൊന്ന് മാത്രമായാലും മതി ഈശ്വരാനുഗ്രഹം ലഭ്യമാകുന്നതിന്. ഉദാഹരണം, പാദസേവനം കൊണ്ട് ഗുഹനും, അർച്ചന കൊണ്ട് പൃഥുമഹാരാജാവും, വന്ദനം കൊണ്ട് അക്രൂരനും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ ഈ 3 മാർഗങ്ങളും ഒന്നിച്ച് ചേർന്ന് വന്നാലുള്ള അത്ഭുതം പറയാനുണ്ടോ? ഇതേമാതിരി ദാസഭാവനയും സഖ്യഭാവനയും ആത്മനിവേദനവും ഒന്നിച്ച് വന്നാലുണ്ടാകുന്ന സംസിദ്ധി എത്ര വേഗത്തിലാകും! ഇവ 3 ഭാവരൂപത്തോടുകൂടി ഈ അനുഷ്ഠാനങ്ങളാണ്. ഇവ 3 ഒന്നിച്ച് വരാറുണ്ട്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കും വരാറുണ്ട്. ഉദാഹരണ, ദാസഭാവത്തിൽ ഹനുമാനും സഖാഭാവത്തിൽ അർജുനനും ആത്മനിവേദന ഭാവത്തിൽ മഹാബലിയും സത്യസാക്ഷാത്കാരം നേടുകയുണ്ടായി. ഈ 9 വിധത്തിലുള്ള ഭക്തിയും രാമായണത്തിൽ രാമാനുജനായ ശ്രീ ഭരതകുമാരനിൽ നിരന്തരം ദൃഷ്ടിഗോചരമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രദ്ധാപ്രേമവും നിഷ്കാമ ഭാവരൂപവും വർദ്ധിക്കുമ്പോൾ തന്നെ സോത്സാഹം തൽപരതയോടുകൂടി ഭഗവത് ഭക്തി സദാപി നമ്മളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആത്മഭാവങ്ങളെ രാമായണത്തിലെ ഉത്തമ കഥാപാത്രങ്ങളിൽ അദ്വിതീയ സ്ഥാനമാണ് ഭരതകുമാരനുള്ളത്. ആ ഭരതകുമാരനിൽ നവധാഭക്തിയും ഒന്നിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗള സദാനി.